നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിലയേറിയ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 365 ദിവസത്തെ നമ്മുടെ ക്രമീകൃത ബൈബിൾ വായന 2 ശമൂവേലിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ സങ്കീർത്തനങ്ങൾ, അതായത് 25, 29, 33, 36, 39 എന്നിവ ദാവീദിൻ്റെ ഹൃദയത്തിലേക്കുള്ള ഒരു ജനാല നമുക്ക് തുറന്നു തരുന്നു. 2 ശമൂവേൽ ദാവീദിൻ്റെ ഭരണകാലത്തെ ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ അവൻ്റെ പ്രാർത്ഥനകളും ആരാധനയും ദൈവത്തിലുള്ള ആശ്രയവും ആത്മീയ ചിന്തകളും വെളിപ്പെടുത്തുന്നു. ഒരു രാജാവെന്ന നിലയിൽ ദാവീദിൻ്റെ ശക്തി സിംഹാസനത്തിൽ നിന്നല്ല, മറിച്ച് ദൈവവുമായുള്ള അവൻ്റെ അടുത്ത ബന്ധത്തിൽ നിന്നായിരുന്നു എന്ന് ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 25 വഴിനടത്തലിനും പാപമോചനത്തിനും സംരക്ഷണത്തിനുമായുള്ള ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന അത്യന്തം ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന. തൻ്റെ ആത്മാവിനെ അവൻ യഹോവയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുന്നു. തൻ്റെ വഴികൾ ദൈവം പഠിപ്പിക്കണമേ, സത്യത്തിൽ തന്നെ നടത്തണമേ, യൗവനത്തിലെ പാപങ്ങൾ ക്ഷമിക്കണമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് തന്നെ വിടുവിക്കണമേ എന്നിങ്ങനെയാണ് അവൻ്റെ അപേക്ഷ. ഈ സങ്കീർത്തനത്തിൽ ഉടനീളം ദാവീദ് സ്വന്തം നീതിയെ ആശ്രയിക്കുന്നില്ല, പകരം ദൈവത്തിൻ്റെ കരുണയെയും അചഞ്ചല സ്നേഹത്തെയും ഉടമ്പടിയോടുള്ള വിശ്വസ്തതയെയും ആശ്രയിച്ചാണ് അപേക്ഷിക്കുന്നത്. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ദൈവത്തോടുള്ള താഴ്മയുള്ള ആശ്രയത്വത്തിലൂടെയാണെന്നാണ്. ദൈവം തന്നെ ഭയപ്പെടുന്നവരെ തൻ്റെ വഴിയിൽ നടത്തുകയും തൻ്റെ സത്യത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന പരിപൂർണ ഗുരുവാണെന്ന് ദാവീദ് സമ്മതിക്കുന്നു. പാപികളെ ക്ഷമിക്കുന്നവനും താഴ്മയുള്ളവരെ വഴി നടത്തുന്നവനും തൻ്റെ ഉടമ്പടിയോട് എന്നും വിശ്വസ്തനായിരിക്കുന്നവനുമാണ് ദൈവം. മനുഷ്യബുദ്ധിയിലല്ല, ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിലാണ് യഥാർത്ഥ ജ്ഞാനം. ഇന്നത്തെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ഓരോ തീരുമാനത്തിന് മുൻപും നാം ദൈവത്തിൻ്റെ വഴി നടത്തൽ അന്വേഷിക്കണം. ദാവീദിനെ പോലെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് അവൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കണം. ആത്മാർത്ഥമായി അവനെ അന്വേഷിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. യഹോവയുടെ മഹത്വപൂർണമായ ശബ്ദമാണ് 29-ാം സങ്കീർത്തനത്തിൽ കൂടെ നാം കേൾക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ദേശമെങ്ങും വീശിയടിക്കുന്ന ഒരു മഹത്തായ ഇടിമിന്നൽ കൊടുങ്കാറ്റിനെ ചിത്രീകരിക്കുന്നു. യഹോവയുടെ ശബ്ദം എന്ന പ്രയോഗം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ആ ശബ്ദത്തിൻ്റെ അതുല്യ ശക്തിയെ അവൻ വിവരിക്കുന്നു. ലെബാനോനിലെ മഹത്തായ ദേവദാരുക്കളെ തകർക്കുവാനും പർവ്വതങ്ങളെ കുലുക്കുവാനും പ്രകൃതി ശക്തികളെയെല്ലാം നിയന്ത്രിക്കുവാനും കഴിവുള്ള ശബ്ദമാണത്. ഒടുവിൽ തൻ്റെ ജനത്തിന് ബലവും സമാധാനവും നൽകുന്ന ദൈവത്തെ ഈ സങ്കീർത്തനം മഹത്വപ്പെടുത്തുന്നു. ഈ സങ്കീർത്തനം സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പരമാധികാരം വെളിപ്പെടുത്തുന്നു. സ്വർഗത്തിലോ ഭൂമിയിലോ അവൻ്റെ നിയന്ത്രണത്തിന് പുറത്തായി ഒന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ചത്തെ തൻ്റെ വചനത്താൽ നിയന്ത്രിക്കുന്ന അതേ ദൈവം തൻ്റെ ജനത്തെ സ്നേഹത്തോടെ ശക്തിപ്പെടുത്തുകയും സമാധാനം നൽകുകയും ചെയ്യുന്നു. അവൻ്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധ ഭയം ജനിപ്പിക്കുമ്പോൾ അവൻ്റെ കരുതൽ നമ്മെ ധൈര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ അനേകം ശബ്ദങ്ങൾ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ നാം ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പഠിക്കണം. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വീശുമ്പോഴും കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൈവം തന്നെയാണ് തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതെന്നും അവർക്ക് ശക്തിയും സമാധാനവും നൽകുന്നതെന്നും നമുക്ക് ഉറപ്പായിരിക്കാം. സങ്കീർത്തനം 33 ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള ഭരണത്തിൽ ആശ്രയിക്കുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. സൃഷ്ടാവും സർവ്വലോക അധിപതിയുമായ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്തായ ഒരു സ്തോത്രഗീതമാണ് സങ്കീർത്തനം 33. യഹോവയുടെ വചനത്താൽ ആകാശങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവെന്നും അവൻ്റെ ആലോചനകൾ എന്നേക്കും നിലനിൽക്കുന്നതാണെന്നും ദാവീദ് പ്രഖ്യാപിക്കുന്നു. മനുഷ്യശക്തിയോ സൈന്യങ്ങളോ യുദ്ധോപകരണങ്ങളോ ആരെയും ആത്യന്തികമായി രക്ഷിക്കുകയില്ല. എന്നാൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ അചഞ്ചല സ്നേഹത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരുടെ മേൽ അവൻ്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ടെന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആശ്വാസ സന്ദേശം.
ഈ സങ്കീർത്തനം ദൈവസൃഷ്ടിയെയും ചരിത്രത്തെയും സജീവമായി ഭരിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യരുടെ പദ്ധതികൾ പലപ്പോഴും പരാജയപ്പെടുമെങ്കിലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. വിശ്വാസിയുടെ സുരക്ഷ ലോകശക്തികളിലല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തമായ പരിപാലനത്തിലാണ്. ദൈവത്തിനായി കാത്തിരിക്കുക എന്നത് നിഷ്ക്രിയതയല്ല, മറിച്ച് വിശ്വാസപൂർണമായ പ്രത്യാശയുടെ പ്രകടനമാണ്. നമ്മുടെ ആത്മവിശ്വാസം സമ്പത്തിലോ സ്വാധീനത്തിലോ സ്വന്തം കഴിവുകളിലോ അല്ല, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഉദ്ദേശങ്ങളിൽ ആയിരിക്കണം. സാഹചര്യങ്ങൾ എത്ര അനിശ്ചിതമായാലും തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ അചഞ്ചല സ്നേഹത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ് 36-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ ദൈവഭയമില്ലാതെ ജീവിക്കുന്ന ദുഷ്ടൻ്റെ പാപാവസ്ഥയെ ദാവീദ് വിവരിക്കുന്നു. അവൻ അഹങ്കാരത്തിൽ സ്വയം വഞ്ചിക്കപ്പെടുകയും ദുഷ്ടതയിൽ നടക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മനുഷ്യൻ്റെ പാപസ്വഭാവത്തെയും ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തെയും വിശ്വസ്തതയെയും നീതിയെയും ന്യായത്തെയും തമ്മിൽ ദാവീദ് മനോഹരമായി താരതമ്യം ചെയ്യുന്നു. നിന്റെ ചിറകിൻ തണലിൽ മനുഷ്യപുത്രന്മാർ ശരണം പ്രാപിക്കുന്നു എന്നും നിന്നോടുകൂടെ ജീവൻ്റെ ഉറവയുണ്ട് എന്നും ഈ സങ്കീർത്തനം മഹത്തായ സത്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ആഴവും ദൈവകൃപയുടെ അളവറ്റ മഹത്വവും തമ്മിലുള്ള ഏറ്റവും ശക്തമായ വൈരുദ്ധ്യങ്ങളിലൊന്നാണ് ഈ സങ്കീർത്തനം അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ പാപത്താൽ ദുഷിച്ചു പോയിട്ടും ദൈവത്തിൻ്റെ അചഞ്ചല സ്നേഹം അവൻ്റെ പരാജയങ്ങളെക്കാൾ എത്രയോ വലുതാണ്. ആത്മാവിൻ്റെ ആഴമേറിയ ദാഹം ശമിപ്പിക്കാനും യഥാർത്ഥ ജീവനെയും വെളിച്ചത്തെയും നൽകാനും കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മിൽ തന്നെ ആശ്രയിക്കാതെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ഒരിക്കലും പരാജയപ്പെടാത്ത സ്നേഹത്തിൽ ആശ്രയിക്കണം. നമ്മുടെ പരാജയങ്ങളെക്കാൾ വലിയതാണ് അവൻ്റെ കൃപ. അവൻ്റെ സാന്നിധ്യത്തിലാണ് യഥാർത്ഥ സന്തോഷവും സുരക്ഷിതത്വവും ആത്മീയ സംതൃപ്തിയും. 39-ാമത്തെ സങ്കീർത്തനം നിത്യതയുടെ വെളിച്ചത്തിൽ ജ്ഞാനത്തോടെ ജീവിക്കുവാനുള്ളതായ ആഹ്വാനമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചുള്ള ദാവീദിൻ്റെ ആഴമേറിയ ധ്യാനമാണ് സങ്കീർത്തനം 39. ആദ്യം തൻ്റെ നാവിനെ കാത്തു സൂക്ഷിക്കുമെന്നവൻ തീരുമാനിക്കുന്നു. എന്നാൽ ഒടുവിൽ തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുന്നു. മനുഷ്യജീവിതം ഒരു ശ്വാസം പോലെ ക്ഷണികമാണെന്നും ഭൂമിയിലെ നേട്ടങ്ങളെല്ലാം വേഗത്തിൽ കടന്നു പോകുമെന്നും യഥാർത്ഥ പ്രത്യാശ ദൈവത്തിൽ മാത്രമാണെന്നും ദാവീദ് തിരിച്ചറിയുന്നു. തൻ്റെ ആയുസ് എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തോട് അവൻ അപേക്ഷിക്കുന്നു. ഈ സങ്കീർത്തനം ജീവിതം താൽക്കാലികമാണെന്നും ദൈവം നിത്യനാണെന്നും നമ്മെ പഠിപ്പിക്കുന്നു. താൽക്കാലിക സമ്പത്തുകളിലും വിജയങ്ങളിലും ലോകമഹത്വത്തിലും മുഴുകാതെ നിത്യതയുടെ കാഴ്ചപ്പാടോടെ ജീവിക്കുവാൻ ഇത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ആശ്രയം ദൈവത്തിലാണെന്ന് തിരിച്ചറിയുകയും പ്രത്യാശ അവനിൽ മാത്രം വയ്ക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമ്മുടെ സമയം ജ്ഞാനത്തോടെ ഉപയോഗിക്കണം. നിത്യ മൂല്യമുള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കണം. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം. താൽക്കാലിക വസ്തുക്കളിലല്ല, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലാണ് ഏറ്റവും വലിയ നിക്ഷേപമെന്ന് ഒരിക്കലും മറക്കരുത്. ഈ സങ്കീർത്തനങ്ങൾ 2 ശമൂവേലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾക്ക് അതിമനോഹരമായ ആത്മീയ പശ്ചാത്തലം നൽകുന്നു. ദാവീദ് രാജ്യം സ്ഥാപിക്കുകയും യുദ്ധങ്ങൾ നയിക്കുകയും ദൈവജനത്തെ ഭരിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ അടിത്തറ എന്തായിരുന്നുവെന്ന് ഈ സങ്കീർത്തനങ്ങൾ വെളിപ്പെടുത്തുന്നു. 25-ാമത്തെ സങ്കീർത്തനത്തിൽ മറ്റുള്ളവരെ നയിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ വഴിനടത്തൽ അന്വേഷിച്ച ദാവീദിനെ നാം കാണുന്നു. 29-ൽ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നുവെങ്കിലും സർവ്വസൃഷ്ടിയുടെയും യഥാർത്ഥ ഭരണാധികാരി യഹോവ മാത്രമാണെന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 33-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ വിജയങ്ങൾ അവൻ്റെ സൈനിക ശക്തി കൊണ്ടല്ല, സർവ്വജാതികളുടെയും മേൽ പരമാധികാരമുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്താലാണെന്ന് വ്യക്തമാക്കുന്നു. 36-ാമത്തെ സങ്കീർത്തനം സ്വന്തം നീതിയിലല്ല, ദൈവത്തിൻ്റെ അചഞ്ചല സ്നേഹത്തിലും കൃപയിലുമാണ് ദാവീദ് ആശ്രയിച്ചതെന്ന് വെളിപ്പെടുത്തുന്നു. 39-ൽ ഭൂമിയിലെ ഏറ്റവും വലിയ രാജാവായിരുന്ന ദാവീദ് പോലും ജീവിതത്തിൻ്റെ ക്ഷണികത മനസ്സിലാക്കി തൻ്റെ പ്രത്യാശ നിത്യനായ ദൈവത്തിൽ വെച്ചിരുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഈ സങ്കീർത്തനങ്ങൾ ഒന്നിച്ച് നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്: ബാഹ്യ വിജയങ്ങൾക്ക് യഥാർത്ഥ മൂല്യം ലഭിക്കുന്നത്
ആന്തരികമായ ദൈവഭക്തിയും വിശ്വസ്തതയും ഉള്ളപ്പോഴാണ്. ഇന്ന് നാം ചിന്തിക്കേണ്ടുന്നത്, എൻ്റെ തീരുമാനങ്ങളിലും ജീവിതയാത്രയിലും ഞാൻ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വഴിനടത്തൽ അന്വേഷിക്കുന്നുണ്ടോ, അതോ പ്രധാനമായും എൻ്റെ സ്വന്തം ജ്ഞാനത്തിലും ശക്തിയിലുമാണോ ആശ്രയിക്കുന്നത്? രണ്ടാമതായി, ഇന്നത്തെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ജീവിക്കുന്നത്, അതോ ദൈവസന്നിധിയിൽ നിത്യമൂല്യമുള്ള കാര്യങ്ങളിൽ എൻ്റെ ജീവിതം നിക്ഷേപിക്കുകയാണോ? ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ വഴിനടത്തലിൽ ആശ്രയിക്കുവാനും അവൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ ഭക്തിയോടെ നിൽക്കുവാനും അവൻ്റെ പരമാധികാര പരിപാലനത്തിൽ വിശ്രമിക്കുവാനും അവൻ്റെ അചഞ്ചല സ്നേഹത്തിൽ ആനന്ദിക്കുവാനും നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാനും കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.